നമസ്കാരം, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. നമസ്കാരം. ദീപേഷാണോ? അതെ സാർ, ദീപേഷാണ്. നിസാർ സാറാടാ. ആ 304 ശേഷം വേറെ കേസൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സാറേ, വേറെ കേസൊന്നുമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ട് അറിയിക്കണം കേട്ടോ. ശരി സാറേ, ഞാൻ അറിയിച്ചോളാം. ശരി, ഓക്കെടാ. ശരി സാറേ. എന്താടാ? ഈ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പിടാൻ. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ? സുരേഷ്. മെയിൽ കണ്ടീഷനാ? എന്ത് കേസറാ? വീട്ടിൽ പെണ്ണുമ്പിള്ളയായിട്ട് വഴക്കുണ്ടാക്കിയതാ. ഓ, വെള്ളം തണ്ണി. നീ ഭാര്യ അടുത്തല്ലോടാ? ചെറുതായിട്ട്. ഇതിലേതാ നോക്ക്. ഇതിനകത്തൊരു പൂച്ചയുടെ പടമുള്ള ബുക്കാ. ഇതാ സാറേ, ഇതേ ഇതിനകത്താ. എന്നിട്ട് അപ്പോൾ അളിയന്മാർ ഇവിടെ വന്ന് ഇവിടെ കേസ് കൊടുത്ത എൻ്റെ പേരിൽ. അപ്പോൾ CI സാറ് എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്നും കാലത്തും വൈകുന്നേരം വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഏത് സമയത്തേക്കാണ് ഒപ്പിടാൻ പറഞ്ഞേക്കുന്നത്? അത് ഈ കാലത്ത് 7 മണിക്കും വൈകുന്നേരം അതുപോലെ തന്നെ 7 മണിക്കും. അതിലിപ്പോൾ സമയം 7 ആയില്ലല്ലോ. അത് സാറേ, എനിക്കിന്ന് പറവൂരാണ് പണി. അപ്പോൾ എനിക്ക് നേരത്തെ പോകണം, അല്ലെങ്കിൽ 8 മണിക്ക് എത്താൻ പറ്റില്ല. അത് കാരണം സാറേ. എന്നാ നിന്റെ ജോലി എന്നാ? ഈ കൽപ്പണിയാ സാറേ. ദിവസവും രാവിലെ വൈകുന്നേരം 2 നേരം വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിന്റെ പാലുകൂടി നടക്കോ? ഇല്ല സാറേ, നിർത്തി. സത്യമായിട്ട് നിർത്തി. എന്തിനാ നമ്മൾ വെറുതെ കടിക്കുന്ന പട്ടീനെ കാശ് കൊടുത്ത് മേടിച്ച് ഈ നമ്മുടെ കുടുംബം കലക്കണത്? അല്ല സാറേ. എന്നിട്ടാ? ഇല്ല സാറേ, സത്യമായിട്ട് നിർത്തി. ഇനി ഒരു തുള്ളി പോലും ഞാൻ കുടിക്കില്ല. വേണമെങ്കിൽ സാറിന്റെ തലത്തൊട്ട് സാറാണ് സത്യം. ഇനി എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് വേണം എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകാൻ. നീ ഒപ്പിട്ടേച്ച് പോകാൻ നോക്ക്. നിർത്തിയാൽ നിനക്ക് നല്ലത്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് CI സാറിന്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാൽ ഇല്ല സാറേ, കട്ട കലിപ്പ് സീനാവും. പറഞ്ഞില്ല സാർ, എൻ്റെ മക്കളാണ് സത്യം. എന്നാൽ ഞാൻ പോയിട്ട് വൈകുന്നേരം 7 മണിക്ക്. സാർ വനത GDയുടെ മേശപ്പുറത്തെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. CMLൻ്റെ റൈറ്റർ വരുമ്പോൾ ഒന്ന് എടുത്തു കൊടുത്തേ. ജനുവരി 2-ാം തീയതി അമ്മയ്ക്കൊരു ഓപ്പറേഷൻ. ശരിയാണ്? ശരി. ഗുഡ് മോർണിംഗ് സാർ, വനിതയാ. ഗുഡ് മോർണിംഗ്. പറ സാർ, ടോട്ടൽ 3 കേസുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗിന് എടുത്ത 2 സൊമാറ്റോ കേസും പിന്നെ ഇന്നലെ രാത്രി നടന്ന RTAയും മോട്ടോർ ഒക്കറൻസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് 304 തന്നെയാ. ചികിത്സ പയ്യനാ ബൈക്ക് ഓടിച്ചിരുന്നത്. ഓവർ സ്പീഡായിരുന്നു. കണ്ടവരുണ്ട്. MV പറ്റി എത്രയുണ്ട്? 11. GL 4. കോമ്പൗണ്ട് 5500. വാറന്റ് എക്സിക്യൂഷൻ ഇല്ലല്ലോ അല്ലേ? ഇല്ല, നില്ലാണ് സാർ. സ്റ്റേഷൻ UI എത്രയാ? 83. മരിച്ച പയ്യന്റെ പേര്? ശ്രീലാൽ, 22 വയസ്സ്. ഒരു 7:30 ആകുമ്പോഴത്തേക്കും ബൈജുനോട് വണ്ടിയായിട്ട് വരാൻ പറ്റും. സാർ. ദീപേഷ് സാറ്. സാറേ, ഇവരാ മരിച്ചവൻ്റെ ബന്ധുക്കളാ. അതെ, ബൈജു സാറിനെ വിളിക്ക്. IP എടുക്കാൻ പോണ്ടേ? അയ്യോ, വിളിക്കാൻ പറഞ്ഞിരുന്നാ, മറന്നുപോയി. അതെ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻക്വസ്റ്റിന് വരുന്നത് SI ബിനോയ് സാറ്. ആൾ എത്തിയിട്ടില്ല, ഇപ്പം എത്തും. പിന്നെ ഇൻക്വസ്റ്റിന് ഫോട്ടോഗ്രാഫർ വേണം, അറേഞ്ച് ചെയ്യട്ടെ? ആയിക്കോട്ടെ. ഇരിക്കും. ദീപേഷ് സാറ്. എന്താ സാറേ? നമ്മുടെ പവൻ സ്റ്റുഡിയോയിലെ പവൻ ചേട്ടനെ ഒന്ന് വിളിച്ചേക്ക്. ഇൻക്വസ്റ്റ് ഉണ്ട്, ബിനോയ് സാറാണ് വരണമെന്ന് പറഞ്ഞാൽ മതി. ബാക്കി അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഹലോ. നീ എപ്പോഴാ വരുന്നത്? 10 മണിക്ക് വരുമോ? അത് 10 മണിക്ക് വരാൻ പറ്റില്ല. നൈറ്റ് GD അല്ലേ? നൈറ്റ് GD കഴിഞ്ഞാൽ 2 മണിക്ക് പോകാവുന്ന നിർദ്ദേശമുണ്ട്. നിർദ്ദേശം? എന്ത് നിർദ്ദേശം? നിന്റെ അമ്മാവന്റെ വീട്ടിൽ നാളെ കല്യാണമാണെന്ന് പറ. നീ എന്താടി മിണ്ടാത്തെ? നിനക്ക് ചോദിക്കാൻ പറ്റില്ല അതല്ലേ?
എന്നിട്ട് പറയും നിർദ്ദേശമാണ്. ഇനി നിന്നെപ്പോലെ തന്നെ പോലീസിലല്ലേ വടക്കുംപുറത്തെ മീരയും. ആ പെങ്കൊച്ചിന് അത്യാവശ്യത്തിന് ലീവ് ഉണ്ട്, പെർമിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനെ എപ്പോ നോക്കിയാലും വീട്ടിലും കാണാം. അതെ, ഈ ലോകത്ത് നീ മാത്രമല്ല ഒരു പോലീസുകാരി, മനസ്സിലായിക്കോ. എന്ന് നോക്കിയാലും കാണാവണ നിയമങ്ങളും പറഞ്ഞോണ്ട്. ആ കുട്ടി സ്പെഷ്യൽ വിങ്ങില. അതിന് എന്തിനും ഒരു ന്യായീകരണം. ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഇനി കല്യാണത്തിന് പോകാൻ ലീവ് കിട്ടില്ലെന്ന് മാത്രം കേൾക്കരുത് ഞാൻ, മനസ്സിലായോ? വല്യച്ഛന്റെ ദേവവേച്ചിന്റെ വീട്ടിലെ കല്യാണത്തിന് നീ ഇത് തന്നെ പറഞ്ഞതാ, ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിന്റെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ ഏത് അടിയന്തരത്തിനും നിനക്ക് ലീവ് കിട്ടും, പെർമിഷനും കിട്ടും, എല്ലാം കിട്ടും. എന്റെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോൾ മാത്രം ഒരു ഒടുക്കത്ത. എന്ത് പറ്റി വനിതാ സാറേ? ഏയ് ഒന്നുമില്ല. നാളെ ചേട്ടൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണം. ലീവ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ലീവ് കിട്ടില്ലേ? നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവും, ചിലപ്പോൾ ഞായറാഴ്ച അല്ലേ. ആളെ ചോദിച്ചാൽ പ്രശ്നമാവും. ഇവിടെ ആള് കുറവല്ലേ. ശ്ശെ. E14 answering, SHO present. എന്ത് പണിയാ കാണിച്ച? നേരത്തെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഇനി സാറിന് വായിലിരിക്കണ മുഴുവൻ ഞാൻ കേൾക്കണം. ശ്ശോ. സാറേ, ദേ IP. നമസ്കാരം. ഇവരക്കാരാ? ഗുഡ് മോർണിംഗ് സാർ. ആ മരിച്ച പയ്യൻ്റെ ബന്ധുക്കളാ സാർ. സാറിനോട് പറയണേ. സാർ ബിനോയ് എത്തിയില്ലേ? എത്തിയിട്ടില്ല സാർ, ഇപ്പോൾ എത്തും. ആ, നേരത്തെ വരാൻ പറഞ്ഞതല്ലേ? ഒന്ന് എവിടെ തീന്ന് വിളിച്ചു ചോദിച്ചേ. ബിനോയ് സാർ എടുക്കുന്നില്ലല്ലോ. അതെ, വിനോദ് സാർ എത്തിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ആ ടൈഗർ കൺട്രോൾ ആൻസറിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ബ്രാവോ 2-ഉം ബ്രാവോ 8-ഉം ശബരിമല ഡ്യൂട്ടിയാണ്. ബ്രാവോ 1 നൈറ്റ് ലീവാണ്. സാർ സാട്ട തുടങ്ങി. മിഷൻ ആയിരുന്നു. ഡെൽറ്റ 2 ഓസ്കാർ ഡ്യൂട്ടി. ആ, ബിനോയ് എസ് വന്നില്ലേ? സാർ വന്നു. ആ, ഇൻക്വസ്റ്റ് പോരട്ടോ. ആ സാർ എത്തിയിട്ടുണ്ട്. പിന്നെ ഐസക് സാർ വിളിച്ചിരുന്നു. പയ്യൻ്റെ അമ്മോട് പറഞ്ഞിരുന്നോ? അറിയിച്ചിട്ടില്ല സാർ. ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിനല്പം ഫ്രാക്ചർ ഉണ്ടായിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാർ ആ ആ ആരാ കൂടെ വരണേ? സുരേഷ് ഉണ്ട് സാർ, പിന്നെ അജ്മൽ. ആ, സാർ P14 ആൻസറിങ് സാർ. ഗുഡ് മോർണിംഗ് സാർ. SHO മാർട്ടിൻ ജോണാണ് സംസാരിക്കുന്നത്. സാർ, ടോട്ടൽ 3 കേസുണ്ട് സാർ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിനെടുത്ത 2 സുമോട്ടോവും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു RTA കേസുണ്ട് സാർ. ഇടത്തിലെ KMA കോളേജ് 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അത് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ ബാക്കിലിരുന്ന പയ്യൻ മരിച്ച സംഭവമാണ് സാർ. 304A ആണ് സാർ. ഓവർ സ്പീഡാണെന്ന് കണ്ട ദൃക്സാക്ഷികളുണ്ട് സാർ. 11 MB പറ്റിയും 4 GL സാർ. മൊത്തം 5500 രൂപയാണ് സാർ. മറ്റു വിശേഷങ്ങളൊന്നുമില്ല സാർ. ഗുഡ് ഡേ സാർ. ഈ മരിച്ച പയ്യന് എത്രയാണ് ഏജ്? സാർ, അത് 22 വയസ്സ് സാർ. നിങ്ങളുടെ വാറന്റി പെൻഡിങ്ങും സ്റ്റേഷൻ എത്രയാണ്? സാർ, വാറണ്ടി പെൻഡിങ് 7-ഉം സ്റ്റേഷൻ UI 96 ആണ് സാർ. ഈ സ്റ്റേഷൻ കൂടുതലാണ്. ശരിയായി നടപടിക്കാറിയുമല്ല. നെക്സ്റ്റ് ഡേയിൽ കുറഞ്ഞ് കാണും. 14 ക്ലിയർ ആയോ? സാർ, ക്ലിയർ ആണ് സാർ. അപ്രകാരം ചെയ്തോളാം സാർ. ഗുഡ് ഡേ സാർ. ടൈഗർ P190 ആൻസറിംഗ് സാർ. ഡ്യൂട്ടി കാർഡ്. സാർ 3 പ്രകാരമുള്ളതാണ് സാർ. 4ാമത്തെ കേസ് ഒരു മഹേഷ് എന്ന പ്രവർത്തിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ആ 3 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ അപകരിച്ചൊരു കേസാണ് സാർ. അത് പ്രോപ്പറായിട്ട് നോക്കണം സാർ. ഇന്നലെ 12 MB പറ്റി ഉണ്ട് സാർ. അത് 3600 കോമ്പൗണ്ട് ചെയ്തു.
എന്താ അമ്മേ? ആ മോളെപ്പോഴാ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണേ? ഉച്ചയാവും. കല്യാണ വീട്ടിൽ പോകേണ്ടതല്ലേ മോളെ? ഒന്ന് നേരത്തെ ഇറങ്ങ. കുട്ടികൾ മോള് ചെല്ലുന്നതും കാത്തിരിക്കായിരിക്കും. ദർശേട്ടൻ അമ്മയെ വിളിച്ചോ? ഉവ്വ്, നേരത്തെ ചെല്ലാൻ നിന്നോട് പറയാൻ പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായോ? പുള്ളി പറഞ്ഞ് ഞാൻ അനുസരിക്കില്ല എന്ന് അമ്മയെ ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇനി ആ സർട്ടിഫിക്കറ്റും വേണം. മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നേരത്തെ ചെല്ലേ. എൻ്റെ അമ്മേ, നൈറ്റ് GD കയറിയ ഉച്ചയ്ക്ക് 2 മണി വരെ ഡ്യൂട്ടിയാണെന്ന് പുള്ളിക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു പെർമിഷൻ ചോദിച്ചാൽ ഐപിയുടെ മുന്നിലേക്ക് ചെന്ന് ഇങ്ങനൊരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നില്ലെന്ന് ചോദിക്കും. ഉറപ്പാ. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറിയത്. ഇന്ന് 2 മണി വരെ ഇവിടെ കണ്ടേ പറ്റൂ, ഒരാവശ്യമില്ലെങ്കിലും. അത് ഐപിയുടെ നേരത്തെ ഉള്ള നിർദ്ദേശമാണ്. സത്യത്തിൽ ഈ നൈറ്റ് GD ഉള്ളത് ഒരാശ്വാസം. പകല് കിട്ടുന്ന സമയം കൊണ്ടാണ് വീട്ടിലെ പണിയൊക്കെ തീർക്കുന്ന അമ്മേ. ഹലോ അമ്മേ? ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ ഇനി ഇതൊക്കെ ആലോചിച്ച് BP കൂട്ടണ്ട. അതൊക്കെ അങ്ങനെ കിടക്കും. എനിക്ക് കുറേ എഴുതാനുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ആ. ഗുഡ് മോർണിംഗ് സാർ. ഞാനേ സാറിനൊന്ന് കാണട്ടെ. എന്നാ എനിക്ക് ഇഷ്ടം. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. എന്നാൽ നമുക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ സാർ. അജ്മലേ വേഗം വാ. രമേശിനോട് കാർഡ്